ഹലോ ചൂഹിയ. അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്ന ഈ ക്രിസ്മസ് റിലീസ് ആയിട്ട് നമ്മൾ മലയാളത്തിൽ നിന്ന് ഒരുപാട് പടം തിയേറ്ററിലേക്ക് ഇറങ്ങിയിട്ടുണ്ടല്ലോ. 4 സിനിമയാണ് ഇറങ്ങിയിരിക്കുന്നത് മൊത്തം. മാർക്കോ, എക്സ്ട്രാ ഡീസന്റ്, റൈഫിൾ ക്ലബ് ആൻഡ് ബറോസ്. ഈ സിനിമകളെല്ലാം ഇപ്പൊ തിയേറ്ററിൽ ഓടുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ സിനിമയുടെ കളക്ഷൻ റിപ്പോർട്ടാണ് ഇന്നത്തെ വീഡിയോ വഴി നോക്കാൻ പോകുന്നത്. എന്നാൽ നമുക്ക് പെട്ടെന്ന് നോക്കിയിട്ട് തന്നെ പോവാം. നമ്മൾ കൂടുതൽ സമയം വേസ്റ്റ് ചെയ്ത് ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് മാർക്കോ സിനിമയാണ്. സിനിമ ഇപ്പൊ 7ാം ദിവസമാണ് തിയേറ്ററിൽ ഇറങ്ങിയിട്ട്. സിനിമ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ കട്ട വയലൻസ് കിട്ടുന്ന റെസ്പോൺസ് ആയിട്ടാണ് സിനിമ തിയേറ്ററിൽ ഓടുന്നത്. പക്ഷെ സിനിമ റേറ്റഡ് ആണ്, അതുകൊണ്ട് 18 വയസ്സിനടിയിലുള്ളവർ കാണാൻ പറ്റില്ല. എന്നിരുന്നാലും സിനിമ 7 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായിട്ട് 50 കോടിക്ക് മേളിൽ നേടിയിട്ടുണ്ട്, 50 crore. അതിന് 24 കോടി സിനിമയ്ക്ക് ഓവർസീസ് കളക്ഷൻ ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെയുള്ള 25 കോടി സിനിമയ്ക്ക് കേരളയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ബറോസിന് ശേഷവും സിനിമയ്ക്ക് നല്ലൊരു കളക്ഷൻ നേടുന്നത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത്യാവശ്യം നല്ല ബുക്കിംഗ് ആണ് മാർക്കോയ്ക്ക്. ഞാൻ വെച്ച് നോക്കുവാണെങ്കിൽ ബറോസിലും ബുക്കിംഗ് കാണുന്നത് മാർക്കോയ്ക്കാണ്. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ബറോസിന് അത്ര നല്ല റെസ്പോൺസ് അല്ല കിട്ടിയത്. അതുകൊണ്ടായിരിക്കും. അതുകൊണ്ട് മാർക്കോ 100 കോടി അടിക്കാനുള്ള ചാൻസ് ഒരിക്കലും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? 100 കോടി അടിക്കുമെന്നുള്ളത് തീർച്ചയായും കമന്റ് ബോക്സ് വഴി അറിയിക്കുക. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന ബറോസ് സിനിമയാണ്. സിനിമ ഇപ്പൊ ഫസ്റ്റ് ഡേന്റെ കളക്ഷൻ റിപ്പോർട്ട് വന്നിട്ടുള്ളൂ. ആദ്യത്തെ ദിവസം എത്ര കിട്ടിയെന്ന് വെച്ചാൽ ഒരു ദിവസം കഴിഞ്ഞിട്ട് ഏതൊരു സിനിമയ്ക്ക് 5.55 കോടിയാണ് കിട്ടിയിട്ടുള്ളത്, 5.55 crore. 5.5 കോടി എന്നൊക്കെ പറയാം. 6 കോടിയാണ് എന്തായാലും അവർ ആഘോഷപ്പെടുന്നത്. സിനിമയ്ക്ക് അറിയാവുന്ന വലിയൊരു റെസ്പോൺസ് അല്ല കിട്ടിയിരുന്നത്. എന്നിരുന്നാൽ സിനിമ ഇതിന് 100 കോടി ബഡ്ജറ്റ് ഒഴുക്കിയ പടവുമാണ്. സിനിമയുടെ ബുക്കിംഗ് ആണ് കുറഞ്ഞു വരുവാണ്. തിയേറ്ററിൽ വിജയിക്കുമോ എന്നുള്ളത് സംശയമാണ്. ഏതൊക്കെയായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം ആ കാര്യം. ഓക്കെ, അപ്പൊ നമ്മുടെ അടുത്ത സിനിമ എന്ന് പറയുന്നത് എക്സ്ട്രാ ഡീസന്റ് ആണ്. സിനിമ സുരാജേട്ടന്റെ സിനിമയാണ്. പക്ഷെ സത്യമായിട്ട് നമുക്ക് ഓണസ്റ്റ് ആയിട്ട് പറയുവാണെങ്കിൽ നമ്മുടെ മാർക്കോയിന് റൈഫിൾ ക്ലബിന്റെ കൂടി സിനിമ മുങ്ങിപ്പോവാണ് ചെയ്തത്. ഏതൊക്കെയായാലും സിനിമ ഇറങ്ങിയിട്ട് ഇപ്പൊ 7 ദിവസമായി. 7 ദിവസം കൊണ്ട് ഇന്ത്യയിൽ നിന്ന് മാത്രം സിനിമ നേടിയിട്ടുള്ളത് 1,17,00,000 രൂപയാണ്. വേൾഡ് വൈഡ് കളക്ഷൻ നോക്കുവാണെങ്കിൽ സിനിമ 1,37,00,000 രൂപ നേടിയിട്ടുണ്ട്. 1.5 കോടിയാണ് സിനിമയ്ക്ക് 7 ദിവസം കൊണ്ട് നേടാൻ സാധിച്ചിട്ടുള്ളത്. സക്സസ് ആണോ അല്ലയോ എന്നുള്ള കാര്യം നമുക്ക് ഇപ്പൊ തീർച്ചയായിട്ടും പറയാൻ പറ്റില്ല. ഏതൊക്കെയാലും നമുക്ക് അടുത്ത സിനിമയിലോട്ട് തന്നെ പോകാം. അതാണ് റൈഫിൾ ക്ലബ്ബ്. റൈഫിൾ ക്ലബ്ബ് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ സിനിമ ഇറങ്ങിയിട്ട് ഇപ്പൊ 7 ദിവസമായിട്ടുണ്ട്. ഇവരെല്ലാം ഒരുമിച്ച് റിലീസ് ചെയ്ത പടങ്ങളാണ് ഓൾമോസ്റ്റ്. സിനിമ ഏതൊക്കെയായാലും നിങ്ങൾക്ക് അറിയാവുന്ന പോലെ കിടിലൻ റെസ്പോൺസ് ആണ് ആ സിനിമ തിയേറ്ററിൽ നീട്ടിയിട്ടുണ്ടായിരുന്നത്. നല്ല ജോളി പടം എന്നാണ് കേട്ടെ. നമ്മുടെ ഹനുമാൻ കൈന്റെ ഒക്കെ മെയിൻ ക്യാരക്ടറായിട്ട് വന്ന ആഷിക് കപൂർ സംവിധാനം ചെയ്തൊരുക്കിയ സിനിമയായിരുന്നു. ആ സിനിമ ഇപ്പൊ ഇന്ത്യയിൽ നിന്ന് മാത്രം 8,15,00,000 രൂപ നേടിയിട്ടുണ്ട്. ഗ്രോസ് കളക്ഷൻ ആയിട്ട് നോക്കുവാണെങ്കിൽ 9,60,00,000 രൂപയാണ്. ഇത് അപ്രോക്സ് കണക്കാണ്. അതാണ് ഗ്രോസ് കളക്ഷൻ ആയിട്ട് വരെ പറയുന്നത്. ഓവർസീസ് കളക്ഷൻ 3,65,00,000 രൂപയും. അങ്ങനെ മൊത്തത്തിൽ നമ്മുടെ റൈഫിൾ ക്ലബ് സിനിമ 7 ദിവസത്തെ കളക്ഷനെ വന്നിട്ടുള്ളൂ കേട്ടോ. ആ 7 ദിവസം കളക്ഷനിൽ സിനിമ 13,25,00,000 രൂപ നേടിയിട്ടുണ്ട്. അപ്പൊ അത്രയൊക്കെ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മളെ എല്ലാം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ജസ്റ്റ് ഒന്നുകൂടെ വായിച്ചു പോകാൻ വേണേ. മാർക്കോ സിനിമ 7 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് നേടിയിട്ടുള്ളത് 50 കോടിക്ക് മേളില്. ബറോ സിനിമ ഒരു ദിവസം കൊണ്ട് നേടിയിട്ടുള്ളത് 6 കോടിക്ക് അടുത്ത്. എക്സ്ട്രാ ഡീസന്റ് 7 ദിവസം കൊണ്ട് നേടിയിട്ടുള്ളത് 1.5 കോടിക്ക് അടുത്തും. റൈഫിൾ ക്ലബ് 7 ദിവസം കൊണ്ട് നേടിയിട്ടുള്ളത് 13.5 കോടിക്ക് അടുത്തുമാണ്. അപ്പൊ അത്രയൊക്കെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒക്കെ. നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമോ, ലൈക്ക് ചെയ്യുമോ, എന്തെങ്കിലും ഒന്ന് ചെയ്യണേ ഗൈസ്. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ശരി.